ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുലുക്കി സർബത്ത് തയ്യാറാക്കിയാലോ. ഞാനിവിടെ പൈനാപ്പിൾ കുലുക്കി സർബത്താണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. ഇവിടെ പൈനാപ്പിൾ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, ചെറുനാരങ്ങ, ഐസ് ക്യൂബ് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കസ്കസ് വെള്ളത്തിലോട്ട് കുതിർത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ കുപ്പി ആയാലും കുഴപ്പമില്ല. കാര്യം 2 ഗ്ലാസ് തമ്മിൽ നമ്മൾ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റാവില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ അതിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പീസ് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഒരു ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് നല്ലപോലെ ചതച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പച്ചമുളകും ഇഞ്ചിയും പൈനാപ്പിളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചതച്ചിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പൈനാപ്പിളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ കസ്കസ് കുതിർത്തി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ടീസ്പൂണും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ ഷുഗർ സിറപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പഞ്ചസാര വെള്ളത്തിലിട്ട് ചൂടാക്കി എടുത്തതാണ്. എന്നിട്ട് ഞാൻ നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഇല്ലെങ്കിൽ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഇപ്പം നമ്മൾ ഗ്ലാസ്സിൽ എടുത്ത കാരണം കൊണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ല പോലെ ഞാൻ മെൽറ്റാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു പച്ചമുളകും ചെറുനാരങ്ങയും ആ ഒരു ഇഞ്ചിയും പൈനാപ്പിളും നമ്മൾ ഒഴിച്ച് കൊടുത്ത ഷുഗർ സിറപ്പും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ കുലുക്കി സർബത്ത് തയ്യാറാക്കുമ്പോൾ അവർ ആ ഗ്ലാസ് മറ്റൊരു ഗ്ലാസും കൂടി വെച്ച് മൂടിയിട്ട് നല്ല പോലെ ഷേക്ക് ചെയ്തെടുക്കാറാണ് പതിവ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടി ഒരു കുപ്പിയിലിട്ടിട്ട് നല്ല പോലെ ഒരു 2-3 മിനിറ്റ് ഷേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആവശ്യത്തിന് ബാക്കിയുള്ള വെള്ളം കൂടി സെറ്റാക്കി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിന് പകരം സ്പ്രൈറ്റോ 7up ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് ഈ ഒരു കുലുക്കി സർബത്ത് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീണ്ടും വരാം. ഇതൊരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമ്മുടെ കുലുക്കി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി കഴിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.